ഏതൊരു സാധാരണക്കാരനും ഒരു പബ്ലിക് സ്പീക്കർ ആവാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്മൾ എന്താ വിചാരിക്കുക? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അത് ഇഷ്ടപ്പെടുമോ, അവരെന്ത് വിചാരിക്കും, നമുക്ക് ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ സാധിക്കുമോ, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് കൺവിൻസ് ആവുമോ, നമ്മൾ സംസാരിക്കുന്ന സ്റ്റൈൽ ഇഷ്ടപ്പെടുമോ, ഇതൊക്കെ നമ്മൾ വിചാരിച്ച് പലതരം തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ പ്രജുഡിസ് ഒരു മുൻവിധികളൊക്കെ കൊണ്ടാണ് നമ്മൾ ഒരു പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഒരു വിഷൻ എന്തായിരിക്കണം? നമ്മുടെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു വോയിസ് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിട്ട് അവർക്കൊരു ആശ്വാസം കിട്ടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് വരുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തരത്തിലായിരിക്കണം നമ്മൾ സ്പീക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ നല്ലൊരു കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. വെൽ പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റണം. കോൺഫിഡൻസ് നമുക്ക് കിട്ടണം അല്ലേ. അതുപോലെ തന്നെ ഉള്ളതാണ് വായന. നമുക്ക് ഒരുപാട് വായിക്കുമ്പോഴാണ് പലതര വാക്കുകൾ പ്രയോഗങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് നമ്മൾ സംസാരിക്കുന്നതിൽ ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചാലാണ് ഒരാളെ നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് ആണ്, നമുക്ക് പെർഫെക്റ്റ് ആവണം എന്ന് നമ്മൾ വിചാരിക്കേണ്ട. നമുക്ക് പതുക്കെ പതുക്കെ ചെയ്തിട്ട് തന്നെയാണ് എന്തൊരു കാര്യം പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും നല്ല രീതിയിൽ തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ ഷെയർ ചെയ്യാനും അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനും, അതായത് ഞാൻ പറഞ്ഞ് ഒരു വാക്ക് ഒരാളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളെ ഉയർത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണല്ലേ എൻ്റെ ഒരു നന്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ വിജയം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതുപോലെ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ടങ് ട്വിസ്റ്റേഴ്സ്, അത് ലോറി റാലി, റെഡ് ബൾബ് ബ്ലൂ ബൾബ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പണ്ട് ചെറുതിലേക്ക് പറഞ്ഞ് നടക്കുന്ന വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് വാക്കുകളിലൂടെ വരുന്ന ഒരു തെറ്റുകൾ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ആ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കൂടാനായിട്ടുള്ള വാക്കുകൾ നമ്മളൊരു കോർഡിനേഷൻ നമ്മൾ പഠിക്കുമ്പോഴാണ്, അത് നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ എന്താ കമ്പയർ ചെയ്തുകൊണ്ട് എനിക്ക് അതുപോലെ പറ്റുന്നില്ലല്ലോ അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കണ്ട. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പലതരത്തിലായിരിക്കില്ല ഒരു സ്റ്റൈല്, പലതരത്തിലാണ് അവരുടെ ചിന്തകൾ. അതൊക്കെ നമ്മളെല്ലാവരും ഒരുപോലെ ആവാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളെ വോയിസ് കേൾക്കാനും നമ്മളെ ശ്രദ്ധിക്കാനും ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് നമ്മൾ നമ്മളിൽ വിശ്വസിക്കാനും കൂടുതലായിട്ട് വായിക്കാനും അതുപോലെ തന്നെ വായിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വെൽ പ്ലാൻഡ് ചെയ്ത് അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ടെൻഷനൊക്കെ മാറി നല്ല രീതിയിൽ ഒരു പബ്ലിക് സ്പീക്കർ ആവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുക. താങ്ക്